ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നിക് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റത്തെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ സോളാർ സിസ്റ്റം രണ്ട് തരമാണുള്ളത്, ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം ആൻഡ് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റത്തെ പറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റത്തെ പറ്റി പറഞ്ഞിരുന്നു. ആ വീഡിയോ ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയത് കാണാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക, കുറച്ച് ലെങ്ത് ഉണ്ടാവും. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഫ്രണ്ട്സ്, എന്താണ് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം? എന്തൊക്കെ സാധനങ്ങൾ വേണം? എത്ര രൂപ ചിലവാകും? ഈ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്യാൻ ബാറ്ററി ആവശ്യമുണ്ടോ? നമ്മുടെ ഈ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്താൽ KCB ബിൽ കുറയുമോ? എങ്ങനെയാണ് ഇത് വയറിംഗ് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും നമുക്കിന്ന് ഉത്തരം കണ്ടെത്താം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്യാൻ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് സോളാർ പാനൽസ്, ഓൺ ഗ്രിഡ് സോളാർ ഇൻവെർട്ടർ, DC കമ്പൈനർ ബോക്സ്, AC കമ്പൈനർ ബോക്സ്, പിന്നെ നമുക്ക് നെറ്റ് മീറ്റർ, അതായത് ബൈ ഡയറക്ഷൻ മീറ്റർ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, എന്താണ് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം? ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സൂര്യൻ വഴി സോളാർ പാനലിൽ നിന്ന് കിട്ടുന്ന DC എനർജീനെ നമ്മുടെ DC കമ്പൈനർ ബോക്സിലേക്കാണ് ആദ്യം വരുന്നത്. DC കമ്പൈനർ ബോക്സിൻ്റെ ഔട്ട് നമ്മുടെ ഓൺ ഗ്രിഡ് ഇൻവെർട്ടറിലേക്കാണ് പോകുന്നത്. ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ DC എനർജീനെ AC ആക്കി മാറ്റും, അതായത് ന്യൂട്രൽ ഫേസ് ആക്കി മാറ്റും. അതായത് നമ്മുടെ സോളാർ പാനലിൽ നിന്ന് കിട്ടുന്ന DC എനർജീനെ AC ആക്കി മാറ്റും. AC എനർജി പിന്നെ പോകുന്നത് നമ്മുടെ ഇൻവെർട്ടറിൽ, ഓൺ ഗ്രിഡ് ഇൻവെർട്ടറിൻ്റെ ഔട്ട്, അതായത് AC ആയിട്ട് പോകുന്നത് AC കമ്പൈനർ ബോക്സിലേക്കാണ്. AC കമ്പൈനർ ബോക്സിൻ്റെ ഔട്ട് പിന്നെ പോകുന്നത് നമ്മുടെ സോളാർ റീഡിംഗ് മീറ്ററിലേക്ക്, അതായത് നമ്മൾ സോളാറിൽ നിന്ന് എന്തോരം ഉൽപ്പാദിപ്പിച്ചു എന്ന് അറിയാനുള്ള ഒരു മീറ്ററാണ് സോളാർ റീഡിംഗ് മീറ്റർ. അതിനുശേഷം സോളാർ റീഡിംഗ് മീറ്ററിൻ്റെ ഔട്ട് പോകുന്നത് ഒരു AC ഐസൊലേറ്ററിലേക്കാണ്. AC ഐസൊലേറ്ററിൻ്റെ ഔട്ട് പിന്നെ പോകുന്നത് നമ്മുടെ നെറ്റ് മീറ്ററിലേക്കാണ്, അതായത് ബൈ ഡയറക്ഷൻ മീറ്റർ. ഈ നെറ്റ് മീറ്റർ എന്തിനു ഉപയോഗിക്കണമെന്ന് ചോദിച്ചാൽ, നമ്മൾ സോളാർ പാനലിന് എന്തോരം KCBക്ക് കൊടുത്തു, നമ്മൾ എന്തോരം ഉൽപ്പാദിപ്പിച്ചു, നമ്മൾ എന്തോരം KCBന്ന് വാങ്ങി, അതായത് എക്സ്പോർട്ടിങ്, ഇമ്പോർട്ടിങ്, ബാലൻസ്, ഈ 3 കാര്യങ്ങൾ അറിയാനാണ് നമ്മൾ നെറ്റ് മീറ്റർ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റത്തിൽ ഓവർലോഡിങ് എന്നൊരു ഫംഗ്ഷൻ ഇല്ല. അതായത് നമ്മുടെ സാധാരണ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ ആയാലും സാധാ ഇൻവെർട്ടർ ആയാലും നമ്മൾ ഓവർലോഡിങ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ടാവും. അതെന്തിനാണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു 1500 VAയുടെ ഇൻവെർട്ടർ ആണെങ്കിൽ, അല്ലെങ്കിൽ 1200 വാട്ട്സ് വരെ ലോഡ് കൊടുക്കേണ്ട ഇൻവെർട്ടർ ആണെങ്കിൽ, നമ്മളൊരു 1300 അല്ലെങ്കിൽ 1400 ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെർട്ടറിൽ ഓവർലോഡിങ് എന്നൊരു ഫംഗ്ഷൻ അടിക്കും, അത് ഇൻവെർട്ടർ ഓഫായി പോകും. പക്ഷേ നമ്മുടെ ഈ ഓൺ ഗ്രിഡ് ഇൻവെർട്ടറിൽ നമുക്ക് ഇങ്ങനെ ഓവർലോഡിങ് എന്നൊരു ഫംഗ്ഷൻ ഇല്ല. അതായത് നമ്മുടെ ഇപ്പോൾ ഇൻവെർട്ടർ ഒരു 2 കിലോ വാട്ടിൻ്റെ ഇൻവെർട്ടർ, അതായത് 2000 വാട്ട്സിൻ്റെ ഇൻവെർട്ടർ ആണെങ്കിൽ, നമ്മൾ വീട്ടിൽ ഒരു 2200 വാട്ട്സ് ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 2000 വാട്ട്സ് നമ്മുടെ ഇൻവെർട്ടറിൽ നിന്നും ബാക്കി വരുന്ന 200 വാട്ട്സ് നമ്മുടെ KCBന്നായി എടുക്കാം. അതായത് നമുക്ക് സോളാർ പാനലിൽ നിന്ന് എന്തോരം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ, എന്തോരം എടുക്കാൻ പറ്റുമോ, അത്രയും നമ്മുടെ സോളാർ പാനലിൽ നിന്ന് എടുക്കും. ബാലൻസ് വരുന്ന എനർജി ആയിരിക്കും നമ്മുടെ KCBന്ന് എടുക്കണേ. അപ്പോൾ ഇങ്ങനെയാണ് ചെറിയൊരു രീതിയിൽ നമ്മുടെ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്യാൻ ബാറ്ററി ആവശ്യമുണ്ടോ? ഞാൻ ആദ്യമേ പറയുന്നു, നമ്മുടെ ഈ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്യാൻ നമുക്ക് ബാറ്ററി ആവശ്യമില്ല. കാരണം നമ്മൾ ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റത്തിലാണ് ബാറ്ററി ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റത്തിൽ ബാറ്ററി ആവശ്യമില്ല. ബാറ്ററി ആവശ്യമില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം, നമുക്ക് സോളാർ പാനലിൽ നിന്ന് കിട്ടുന്ന DC എനർജീനെ നമ്മുടെ ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ AC ആക്കി മാറ്റുകയാണ്. അപ്പോൾ ലൈവായിട്ട് തന്നെ നമ്മുടെ വീടുകളിലേക്ക് ഉപയോഗിക്കുന്നതിന് നമുക്ക് ഒരു ബാറ്ററി വെക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ ഈ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റത്തിൽ ഇല്ല. എങ്ങനെയാണ് നമ്മുടെ ഈ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം വയറിംഗ് ചെയ്യുന്ന നോക്കിയാലോ. അപ്പോൾ നമ്മളൊരു ചെറിയ ഡയഗ്രാം വരച്ചാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്യുന്നതിൻ്റെ വയറിംഗ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് ഇതിനകത്ത് ഉപയോഗിച്ചതെന്ന് ആദ്യം പറയാം. നമ്മളിവിടെ വെച്ചിരിക്കുന്ന ഈ 5 സോളാർ പാനൽ എന്ന് പറയുന്നത് ഹാഫ് കട്ടിൻ്റെ സോളാർ പാനലാണ്, 405 വാട്ട്സിൻ്റെ 12 വോൾട്ട്. അങ്ങനത്തെ 5 സോളാർ പാനലാണ് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ അടുത്ത് വെച്ചിരിക്കുന്നത് ഇവിടെ DC കമ്പൈനർ ബോക്സ് ആണ്. പിന്നെ അടുത്തത് ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ, 2 കിലോ വാട്ടിന്റെ ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ ആണ്. പിന്നെ AC കമ്പൈനർ ബോക്സ്. പിന്നെ നമ്മൾ അടുത്ത് വെച്ചിരിക്കുന്നത് ഇവിടെ സോളാർ റീഡിംഗ് മീറ്റർ, അതായത് സോളാറിന്റെ റീഡ് ചെയ്യാനുള്ള മീറ്റർ. ഇതാണ് പിന്നെ ഐസൊലേറ്റർ, ഇത് AC ഐസൊലേറ്റർ ആണ്. പിന്നെ നമ്മൾ അവസാനമായിട്ട് വെച്ചിരിക്കുന്നത് നെറ്റ് മീറ്റർ ആണ്, അതായത് ബൈ ഡയറക്ഷൻ മീറ്റർ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ഇതിന്റെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ സോളാർ പാനൽ കണക്ട് ചെയ്തിരിക്കുന്നത് സീരീസ് ആയിട്ടാണ്. നമ്മളിപ്പോൾ 2 കിലോ വാട്ട് എന്ന് പറയുമ്പോൾ 5 പാനലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 12 വോൾട്ടിന്റെ 405 വാട്ട്സ് ഹാഫ് കട്ട് സോളാർ പാനലാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഒറ്റ സ്ട്രിങ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സാധാരണ 3 കിലോ വാട്ട് തൊട്ട് മുകളിലേക്ക് 2 സ്ട്രിങ് ആയിട്ട് വരും, അത് 2 സെറ്റ് ആയിട്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഫോട്ടോയിൽ കാണുന്ന മാതിരി തന്നെ 2 സ്ട്രിങ്, അതുപോലെ 5 പാനൽ ഒറ്റ കണക്ഷൻ, ഒറ്റ സെറ്റ്, പിന്നെ വേറെ 5 പാനൽ അടുത്ത സെറ്റ്, അങ്ങനെയായിരിക്കും നമ്മുടെ 2 സ്ട്രിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മുടെ ഈ 5 പാനലിൽ സീരീസ് ആയിട്ട് അവസാനം ഔട്ട് ഒരു മൈനസും ഒരു പ്ലസും വരും. അതുപോലെ 4 കണക്ഷൻ ആയിരിക്കും 2 സ്ട്രിങ്ങിൽ വരുന്നത്. അത് 4ഉം ഇതുപോലെ തന്നെ കയറി നമ്മുടെ ഇൻവെർട്ടറിലേക്കാണ് പോകുന്നത്.
സാധാരണ രീതിയിൽ 3 കിലോവാട്ട് മേളിലേക്കുള്ളതൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. 2 കിലോവാട്ടിൽ ഒറ്റ ഇതിലായിരിക്കും ചെയ്യുന്നത്. കാരണം നമുക്ക് 405 വാട്ട്സിന്റെ 5 പാനൽ എന്ന് പറയുമ്പോൾ തന്നെ 2000 വാട്ട്സിന്റെ മുകളിലുണ്ട്. അപ്പൊ നമ്മൾ ഒറ്റ സ്വിങ് തന്നെ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ സോളാർ പാനൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പാനലിന്റെ മൈനസ്, അടുത്ത പാനലിന്റെ പ്ലസ്, അങ്ങനെ മൈനസ് പ്ലസ് ചെയ്ത് അങ്ങനെ സീരീസ് ആയിട്ട് കണക്ഷൻ ചെയ്തിരിക്കുന്നത്. അവസാനം പാനലിന്റെ മൈനസും ഈ ഫസ്റ്റ് ഇരിക്കുന്ന പാനലിന്റെ പ്ലസും കൂടി നമ്മുടെ DC കമ്പൈനർ ബോക്സിലേക്കാണ് വരുന്നത്. അപ്പൊ നമുക്കിവിടെ കാണാം, നമ്മൾ ഇവിടുന്ന് മൈനസ് ഇങ്ങനെ ബ്ലാക്ക് വന്ന് നമ്മുടെ DC കമ്പൈനർ ബോക്സിൽ കയറും. പിന്നെ ഇവിടുന്ന് സോളാർ പാനലിന്റെ പ്ലസ് അടുത്തത് DC കമ്പൈനർ ബോക്സിലേക്ക് കയറും. അപ്പൊ DC കമ്പൈനർ ബോക്സ് നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഇതായിരിക്കും DC കമ്പൈനർ ബോക്സ്. അതിന്റെ അകത്ത് ഒരു ഫ്യൂസ് ഉണ്ടാവും, DC ഫ്യൂസ് ഉണ്ടാവും, പിന്നെ ഒരു SPD എന്ന് ഉദ്ദേശിക്കുന്നത് സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ്, പിന്നെ ഒരു DC ഐസൊലേറ്റർ. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ DC കമ്പൈനർ ബോക്സിൽ ഉണ്ടാവുന്നത്. അതിന്റെ ഉള്ളിൽ കൂടെ കയറിയാണ് നമ്മുടെ ഔട്ട്, അതായത് DC കമ്പൈനർ ബോക്സിന്റെ ഔട്ട് നമ്മുടെ ഓൺ ഗ്രിഡ് ഇൻവെർട്ടറിലേക്ക് പോകുന്നത്. നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഒരു ABBയുടെ ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ ആണ്. ഏറ്റവും മികച്ച ഒരു ഇൻവെർട്ടർ ആണ് നമ്മുടെ ABBയുടെ കമ്പനി. അപ്പൊ നമ്മുടെ ABBയുടെ കമ്പനിയിൽ പ്രത്യേകം പറയണു 2 കിലോവാട്ടിന് ഇൻവെർട്ടർ ഇല്ല. 3 കിലോവാട്ട് തൊട്ട് 15 കിലോവാട്ട് വരെയുള്ള ഇൻവെർട്ടർ ആണ് ഉള്ളത്. പക്ഷെ നമ്മളിവിടെ 2 കിലോവാട്ട് കാണിച്ചത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയാണ്. അതായത് നമ്മളിപ്പോ ഇവിടെ പാനല് 3 കിലോവാട്ടിന്റെ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറെ പാനൽ വെക്കേണ്ടി വരും. അപ്പൊ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ 2 കിലോവാട്ടിന്റെ എടുത്തത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ DC കമ്പൈനർ ബോക്സിന്റെ ഔട്ട് പ്ലസും മൈനസും നമ്മുടെ ഇൻവെർട്ടർ ഓൺ ഗ്രിഡ് ഇൻവെർട്ടറിലേക്കാണ് കയറുന്നത്. അതിൽ കൂടെ കയറി നമ്മുടെ MPPT ഒക്കെ ഇതിന്റെ അകത്ത് ഉണ്ടാവും, നമ്മുടെ ഇൻവെർട്ടറിന്റെ അകത്ത് MPPT എല്ലാം ഉണ്ടാവും. അതിനുശേഷം നമ്മുടെ പ്ലസ് മൈനസ് ഇന്നിലേക്ക് കയറി ഔട്ട് AC ആക്കി, അതായത് DC കയറുന്ന നമ്മുടെ ഇത് AC ഒക്കെയാണ് പുറത്തേക്ക് വിടുന്നത്. AC എന്ന് പറയുമ്പോൾ ന്യൂട്രൽ ഫേസ് ആയിരിക്കും. അപ്പൊ ന്യൂട്രൽ ഫേസും പിന്നെ പോകുന്നത് ഈ പ്ലസും പോട്ടെ, ഈ റെഡും ബ്ലാക്കും അതാണ് ന്യൂട്രൽ ഫേസും പോകുന്നത് AC കമ്പൈനർ ബോക്സിലേക്കാണ്. അപ്പൊ നിങ്ങൾ ഫോട്ടോയിൽ കാണുന്ന രീതിയിലേക്ക് AC കമ്പൈനർ ബോക്സ്. അപ്പൊ നമ്മൾ AC കമ്പൈനർ ബോക്സിൽ തന്നെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ AC ഫ്യൂസ് ഉണ്ടാവും, AC ഐസൊലേറ്റർ ഉണ്ടാവും, പിന്നെ AC സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് അതായത് SPD ഉണ്ടാവും. ഇത്രയും 3 സാധനങ്ങളായിരിക്കും ഇതുപോലെ തന്നെ നമ്മുടെ AC കമ്പൈനർ ബോക്സിൽ ഉണ്ടാവുന്നത്. അതിനുശേഷം നമ്മുടെ AC കമ്പൈനർ ബോക്സിന്റെ ഔട്ട് പോകുന്നത് നമ്മുടെ സോളാർ റീഡിംഗ് മീറ്ററിലേക്ക് ആയിരിക്കും. അപ്പൊ സോളാർ റീഡിംഗ് മീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ സോളാർ പാനലിൽ നിന്ന് എന്തോരം ഉത്പാദിപ്പിച്ചു എന്ന് അറിയാനുള്ള ഒരു മീറ്ററാണ് സോളാർ റീഡിംഗ് മീറ്റർ. അപ്പൊ നമ്മുടെ സോളാർ റീഡിംഗ് മീറ്റർ എന്ന് പറയുമ്പോൾ AC കമ്പൈനർ ബോക്സിന്റെ ഔട്ടാണ് നമ്മുടെ സോളാർ റീഡിംഗ് മീറ്ററിലേക്ക് പോകുന്നത്, ഇന്നിലേക്ക്. അതിനുശേഷം അതിന്റെ ഔട്ട് പോകുന്നത് AC ഐസൊലേറ്ററിലേക്ക് ആയിരിക്കും. ഈ AC ഐസൊലേറ്റർ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതിനകത്ത് വല്ല വർക്കും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് AC ഐസൊലേറ്റർ ഓഫ് ചെയ്യാനാണ് നമ്മൾ AC ഐസൊലേറ്റർ ഉപയോഗിക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ഫംഗ്ഷനൊന്നും നമ്മുടെ AC ഐസൊലേറ്ററിന് ഇല്ല. അപ്പൊ നമ്മുടെ ഇവിടെ കണ്ട നമ്മൾ സോളാർ റീഡിംഗ് മീറ്ററിന്റെ ഔട്ട് നേരെ വന്ന് നമ്മുടെ AC ഐസൊലേറ്ററിൽ കയറും. അതിനുശേഷം അവിടുന്ന് നേരെ ലൂട്ടെടുത്ത് നമ്മുടെ നെറ്റ് മീറ്ററിലേക്കാണ് വരുന്നത്. അപ്പൊ നെറ്റ് മീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ എനിക്ക് നെറ്റ് മീറ്റർ. അപ്പൊ അതെന്ന് പറയുന്നത് ബൈ ഡയറക്ഷൻ മീറ്റർ. നമ്മൾ KCB നമ്മളിവിടെ KCBയുടെ ഒരു പോസ്റ്റ് പോലെ വരച്ച് KCBയുടെ കണക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. KCB എന്തോരം എടുത്തു, പിന്നെ സോളാർ പാനലിൽ നമ്മൾ എന്തോരം ഉത്പാദിച്ചു, നമുക്ക് എന്തോരം ബാലൻസ് ഉണ്ടെന്ന് ഈ 3 കാര്യങ്ങൾ അറിയാനാണ് നമ്മുടെ നെറ്റ് മീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ AC ഐസൊലേറ്ററിന്റെ ഔട്ട് നേരെ കയറി വന്ന് നമ്മുടെ നെറ്റ് മീറ്ററിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് നമ്മുടെ വീട്ടിന്റെ അകത്തേക്കുള്ള DBയിലേക്കുള്ള കണക്ഷൻ ലൂട്ട് ചെയ്തെടുക്കുന്നത്. അതായത് നമ്മളിപ്പോ ഇവിടെ കണക്ഷൻ ചെയ്തിട്ടില്ല, അതായത് ഇപ്പൊ ന്യൂട്രൽ ഫേസ് നമ്മുടെ DBയുടെ അകത്തേക്ക്, അതായത് വീടിന്റെ അകത്തിരിക്കുന്ന മെയിൻ സ്വിച്ചിലേക്ക് ന്യൂട്രൽ ഫേസ് എടുക്കുന്നത് നമ്മുടെ ഇവിടെ നിന്ന് തന്നെയായിരിക്കും. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിവിടെ ഗ്രീൻ വയർ ഉപയോഗിച്ചിരിക്കുന്ന എർത്തിങ്ങിന് വേണ്ടിയാണ്. അപ്പൊ നമ്മളിവിടെ എർത്തിങ് ചെയ്തിരിക്കുന്നത് സോളാർ പാനലിന്മേന്നാണ് എർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ കാണാം 5 സോളാർ പാനലിന്മേ നമ്മളിവിടെ എർത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എർത്ത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ലൈറ്റിനിങ് പ്രൊട്ടക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഈ സോളാർ പാനലിന്റെ എർത്തും ലൈറ്റിനിങ് പ്രൊട്ടക്ഷന്റെ എർത്തും ഒരുമിച്ച് കൊടുക്കരുത്, രണ്ടും സെപ്പറേറ്റ് വേണം നമ്മൾ ഗ്രൗണ്ട് ചെയ്യാൻ. അപ്പൊ നമ്മൾ ഈ എർത്ത് ഉപയോഗിക്കുന്നത്, അതായത് നമ്മൾ സോളാർ പാനലിന് എർത്ത് ചെയ്യുന്നത് നമ്മൾ സോളാർ പാനലിലേക്ക് ഇടിവെട്ട് അങ്ങനെ ലൈറ്റിനിങ് വന്നതിന് നമുക്ക് എർത്ത് ഗ്രൗണ്ട് ചെയ്ത് കളയാനാണ് നമ്മൾ ഇവിടെ എർത്ത് കൊടുക്കുന്നത്. ലൈറ്റിനിങ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മൾ സോളാർ പാനൽ വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇത്തിരി പൊക്കിയായിരിക്കും നമ്മൾ ലൈറ്റിനിങ് പ്രൊട്ടക്ഷൻ വെക്കുന്നത്. ഇതുപോലെ തന്നെ ഇടിവെട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എർത്ത് ചെയ്ത് കളയാനാണ് നമ്മൾ ഇവിടെ എർത്ത് വെക്കുന്നത്. പിന്നെ നമ്മളിവിടെ DC കമ്പൈനർ ബോക്സിന്റെ അകത്തുനിന്ന് എർത്ത് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ നമ്മൾ DC കമ്പൈനർ ബോക്സിൽ നമ്മൾ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് വെക്കുന്നുണ്ട്, അതായത് SPD. അപ്പൊ അതിന് എർത്ത് ചെയ്യണം, അതിനു വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒരു എർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ AC കമ്പൈനർ ബോക്സിന്റെ എർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ AC കമ്പൈനർ ബോക്സിന്റെ എർത്തും നമ്മൾ ഇൻവെർട്ടറിന്റെ അകത്തുനിന്ന് തന്നെ എർത്തും ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ കാണാം ഇൻവെർട്ടറിന് തന്നെ എർത്തും പിന്നെ ഇൻവെർട്ടറിന്റെ ബോഡിയുമേ നമ്മൾ എർത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3 എർത്താണ് നമ്മുടെ AC വരുന്നത്. അപ്പൊ DCയുടെ എർത്തും ACയുടെ എർത്തും നമ്മൾ 2 സെപ്പറേറ്റ് ആണ് കൊടുക്കാൻ. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഡയഗ്രാം എന്ന് പറയുന്നത്.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ KCB ബിൽ കുറയും, അതായത് കറണ്ട് ബിൽ കുറയ്ക്കാൻ പറ്റുമോ? ഞാൻ ആദ്യമേ പറയുന്നു, നമ്മുടെ ഈ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ KCB ബിൽ കുറയ്ക്കാൻ പറ്റും. കാരണം ഒരു 4000 രൂപ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കറണ്ട് ബിൽ വരുന്ന വീടുകളിലോ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ കടകളിലോ ഈ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് KCB ബിൽ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്യാൻ പൈസ കൂടുതലാണോ? ഞാൻ ആദ്യമേ പറയുന്നു, നമ്മുടെ ഈ ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം അപേക്ഷിച്ച് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്യാൻ പൈസ കുറവാണ്. കാരണം നമ്മൾ ഈ ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്യാൻ നമുക്ക് ബാറ്ററി ആവശ്യമുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്യാൻ നമുക്ക് ബാറ്ററി ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്യാൻ പൈസ കുറവാണെന്ന് പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റത്തെ പറ്റി നിങ്ങൾക്ക് ഒരു ചെറിയ ധാരണ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മൾ ഇന്ന് ചെയ്ത ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റത്തിൻ്റെ ഡയഗ്രാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡയഗ്രാം കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കൺ ഓളിൽ ഇടുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ പുതിയ വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.